സ്വാഗതം. ഐ എം ഷെഫ് ലിഷൻ. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളും അതുപോലെ തന്നെ വെറൈറ്റിയുമായ ഒരു കിടിലിന് ഒരു പായസമാണ് പൈനാപ്പിൾ പഴപ്രഥമൻ. അപ്പോൾ നമുക്ക് പ്രഥമൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോയാലോ. അപ്പോൾ പായസം തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കൊണ്ടൊരു പൈനാപ്പിളാണ്. നല്ല പഴുത്തൊരു പൈനാപ്പിൾ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ആണോ, ഇതുപോലെ നല്ലതുപോലെ നമ്മുടെ പൈനാപ്പിൾ മിക്സി ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്ത ഒരു 4-5 പഴം എടുക്കുക. അതിൻ്റെ തൊലി കളഞ്ഞ ശേഷം അതും മിക്സിയിൽ ഇട്ട് നമുക്ക് നല്ലപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ആണോ, ഇതുപോലെ നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് നമ്മുടെ പഴവും പേസ്റ്റ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പായസം ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കാൻ വെച്ചേക്കുന്നത് ആ പാത്രം അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് മെൽറ്റായി വരുന്ന സമയം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ പഴം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. വഴറ്റുക എന്ന് വെച്ചാൽ പഴത്തിൻ്റെ ആ പച്ച മണം ഒന്ന് മാറുന്ന വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റുക. പഴം നല്ലപോലെ വഴന്ന് പഴത്തിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കണം നമ്മൾ അരച്ച് വെച്ചേക്കണം പൈനാപ്പിളില്ലേ, പൈനാപ്പിൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റണം. പൈനാപ്പിളിൻ്റെ ആ കുത്തൽ മാറുന്ന വരെ ആ പച്ചമണം മാറുന്ന വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കുക. ഇപ്പോൾ ഏകദേശം പഴം പൈനാപ്പിൾ നല്ലപോലെ വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കണോ, നല്ലപോലെ ഡ്രൈ പരുവായി കണ്ടോ, അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ പരുവായി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ശർക്കരപ്പാനി. നമ്മുടെ പഴത്തിലേക്കും അതുപോലെ പൈനാപ്പിളിലേക്കും ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിച്ചെടുത്ത് വെച്ചേക്കുന്ന ശർക്കരപ്പാനിയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കുക. അപ്പോൾ ശർക്കരപ്പാനി കിടന്ന് നമ്മുടെ പഴവും പൈനാപ്പിളൊക്കെ സെറ്റായിട്ടുണ്ട്, നല്ല മണം അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി കിടന്ന് നമ്മുടെ പഴമൊക്കെ നല്ലപോലെ സെറ്റായ സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാൽ, നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ. ഇത് 1-2 പാലായിട്ട് എടുക്കേണ്ട കാര്യമില്ല, ഒറ്റപ്പാൽ നല്ലപോലെ കട്ടിക്കെടുത്ത ശേഷം അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ പായസത്തിൻ്റെ ടെക്സ്ചറായി മാറിയിട്ടുണ്ട്, കളറായി മാറി, പക്ക സാധനമായിട്ട് നല്ല കിടിലം മണം അടിക്കുന്നുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നമുക്ക് അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാർഡമം പൗഡർ, അത് ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴത്തെ പായസത്തിൻ്റെ മണം ഉണ്ടല്ലോ വേറെ ലെവല്, ഒരു രക്ഷയില്ലാത്ത നമ്മുടെ കിടിലം പായസമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് അല്പം കാഷ്യൂനട്ടും കിസ്മിസും കൂടെ വറുത്ത് മേളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ പഴപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഥമൻ്റെ പ്ലേറ്റിംഗ് ടൈമാണ്. നമുക്ക് എങ്ങനെ വേണം നമ്മുടെ ഐഡിയാസ് വെച്ച് നമുക്ക് എങ്ങനെ വേണം പ്ലേറ്റ് ചെയ്ത് സർവ് ചെയ്യുന്നതാണ്. അപ്പോൾ സിമ്പിളായ ഒരു പ്രഥമനാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും. ഇത്തവണത്തെ ഓണത്തിനൊരു വെറൈറ്റി പായസം ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പഴപ്രഥമൻ്റെ റെസിപ്പി കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഓണത്തിന് തന്നെ ആയിക്കോട്ടെ വളരെ സിമ്പിളായ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പി വീണ്ടും കാണാം. ബൈ ഫ്രം ഷെഫ് ലിഷൻ.